അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാഹുവാണ് ഞങ്ങളുടെ മാലിക്. രാജാതിരാജനായ നാഥനുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണെങ്കിൽ ഭൂമിയുടെ നാഥനും അവൻ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണെങ്കിൽ നിയമങ്ങളുടെ ഉടമസ്ഥനും അവൻ തന്നെയാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിച്ചതവനാണെങ്കിൽ കൽപ്പിക്കുവാനുമുള്ള അധികാരം അവനുള്ളതാണ്. അവന്റേതായിരിക്കണം നിയമങ്ങൾ, അവന്റേതായിരിക്കണം വ്യവസ്ഥകൾ, അവന്റേതായിരിക്കണം കൽപ്പനകൾ. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ പടക്കോപ്പുകൾ കൊണ്ടും സൈനിക ബലങ്ങൾ കൊണ്ടുമല്ല, മറിച്ച് ആന്തരികമായി നിങ്ങളുടെ അകത്തളങ്ങൾക്കകത്ത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ദാരിദ്ര്യമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധത്തിലുമുള്ള വൈകല്യങ്ങളുണ്ടല്ലോ, അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ പടക്കോപ്പുകളെയും സൈന്യങ്ങളെയും സംവിധാനങ്ങളെയും പ്രതിരോധിക്കുക സാധ്യ. ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയും വിമോചനത്തിനു വേണ്ടിയും എണീറ്റ് നിന്നിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും നീതിയുടെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ പുതിയ തലമുറയെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമായ ഒന്നാണ്. ഏതായാലും വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രകടനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പൊതുസമ്മേളനം കൂടി ഇവിടെ നടക്കുന്നത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തോട് പറയുവാനുള്ളത്, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ ശക്തമായി ഉന്നയിച്ച നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും അതെല്ലാം വ്യക്തമായി പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ലോകം, രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോകതലത്തിൽ തന്നെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഇസ്ലാം പേടിയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ലോകത്തുടനീളം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലെത്തി നിൽക്കുന്ന ഒരു കാലം. ഫലസ്തീൻ ഇന്ന് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ ചൂടുള്ള ഒരു ചർച്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ബ്യൂറോക്രസിയെയും ടെക്നോക്രസിയെയും അടിമുടി ഫാഷിസ്റ്റ് വൽക്കരിച്ചുകൊണ്ട് ഭരണനിർവഹണ സംവിധാനത്തിൽ പോലും ഒരു അധോലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ പോലും നിയമം സംരക്ഷിക്കുന്ന നിയമപാലകരുടെ ഇടയിൽ പോലും സംഘപരിവാർ ശക്തികൾ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഹംഗലയുടെ വഴിയിൽ നടക്കുക, ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന വളരെ ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം ഹല്ലല ഒരു പ്രതീകമാണ്. തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ
പുതിയ തലമുറയുടെ ആർജവമുള്ള പ്രതീകമാണ്. ലോകത്ത് ഇനി ഹന്തലമാർക്ക് മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ലോകം എത്തി നിൽക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലാണ്. നാം ഉറച്ചു വിശ്വസിക്കുന്നു, നാം ലോകത്തോട് അതിശക്തമായി പറയുന്നു, മസ്ജിദുൽ അഖ്സ വിമോചിക്കപ്പെടാതെ ലോകം അവസാനിക്കുകയില്ല. അഖ്സയുടെ വിമോചനം സാധ്യമാകാതെ ലോകം അവസാനിക്കുകയില്ല. ആ വിശ്വാസ ദർശനത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി യുവജന സംവിധാനങ്ങളും ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നത്. ലാ യസാലു മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംരില്ലാഹ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയഹും അംറുല്ലാഹി വഹും ലാ ദാലിക്. ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടം വരെ ദൈവം തമ്പുരാന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമൂഹം അവരെ യാതൊരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങൾക്കും വശംവദരാകാതെ പടച്ച തമ്പുരാന്റെ താൽപര്യങ്ങൾക്കും കൽപ്പനകൾക്കും അനുസരിച്ചുകൊണ്ടുള്ള സമൂഹം ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളത് ദൈവം തമ്പുരാന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചു. ആ സമൂഹത്തിന്റെ അവസാനത്തെ പ്രതിനിധാനം മസ്ജിദുൽ അഖ്സക്ക് ചുറ്റുമാണെന്ന് ലോകത്തിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ലോകത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ചർച്ചകളുടെ ദിശ ഫലസ്തീനുമായി ചുറ്റപ്പെട്ടതാണ് എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുകൾ, ആ മൊബൈൽ ഫോണുകളാണ് നിങ്ങളോട് ഇന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത്. ആ മൊബൈൽ ഫോണുകളാണെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദർശനത്തെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നതും ഈ സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ലബോറട്ടറികളിൽ നിന്ന് പടച്ചുവിടുന്ന വ്യത്യസ്തങ്ങളായ ഡിജിറ്റൽ ആവിഷ്കാരങ്ങളാണ്, വിഷ്വലുകളാണ്, റീൽസുകളാണ്. ഇതിനെയെല്ലാം വളരെ ജാഗ്രതയോടുകൂടിയും കരുതലോടുകൂടിയും കാണണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സയ്യോ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ബുദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ ഘടനയെക്കുറിച്ചും ലോകത്തിന്റെ സംസാരത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. തീർച്ചയായും പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ കരുത്തുള്ളവരുടെ ഒരു തലമുറയാണ് നിങ്ങൾ. പുതിയ ഒരു ലോകത്തെക്കുറിച്ച് ആവേശപൂർവം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഭാവനകളെ ദൃശ്യവൽക്കരിക്കുവാൻ, ആ സ്വപ്നങ്ങളെ ദൃശ്യവൽക്കരിക്കുവാൻ കൂടി ശേഷിയുള്ള ത്രാണിയുള്ള ഒരു തലമുറയാണ്. ഇന്തിഫാദ ഇന്ന് ലോകത്തിന്റെ വിവിധ ക്യാമ്പസുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പുതിയ തലമുറ ആൽഫ തലമുറയുടെ വരവോടുകൂടി നമ്മുടെ തലമുറകൾ നമ്മുടെ വീടകങ്ങൾക്കകത്ത്, നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ഷണ്ഡീകരിക്കപ്പെട്ട ഒരു തലമുറയാണ് എന്നുള്ളതായിരുന്നു
ലോകത്തെ പുതിയ തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. പക്ഷേ ഇന്ന് യൂറോപ്യൻ ക്യാമ്പസുകളിൽ, ഇന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിൽ, എന്തിനേറെ ഇസ്രയേലിലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫലസ്തീന് വിമോചനം നൽകാതെ ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ചങ്കൂറ്റമുള്ള ഒരു തലമുറ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിടുക്കന്മാരായ വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇസ്രയേൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് ലോകത്തെ മറ്റേതൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാലും ഇസ്രയേലിലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നാൽ ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ട, ഫലസ്തീന് വിമോചനം നൽകാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇതൊരു പ്രതീക്ഷയാണ്. ഒരിക്കലും തന്നെ ഈ പ്രപഞ്ചനാഥന്റെ കൽപ്പനകളും നടപടിക്രമങ്ങളും അത് പൂവണിയാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ലോകത്തിന്റെ അവസാന കാലഘട്ടം വരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള ഒരു സാമൂഹിക ക്രമവും ഒരു ജീവിത സംസ്കാരവും രൂപപ്പെടാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തലമുറയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പുതിയ ലോകത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1924 മുതൽ 2024 എത്തി നിൽക്കുന്ന ഈ സന്ദർഭം ഖിലാഫത്ത് നഷ്ടപ്പെട്ടതിന്റെ 100 വർഷത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തായിരുന്നു കഴിഞ്ഞ 924 ശേഷം ഈ 2024 വരെയുള്ള ആ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ചതിയുടെയും വഞ്ചനയുടെയും തേരോട്ടങ്ങളുടെയും കഥയാണ്. ഒരുപക്ഷെ മുൻകഴിഞ്ഞുപോയ സംസാരങ്ങളിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാകാം. ലോകത്ത് ഖിലാഫത്ത് നഷ്ടപ്പെട്ടതിന് ശേഷം നഷ്ടപ്പെടുക എന്നതിനപ്പുറം തകർക്കപ്പെടുക എന്നുള്ളതാണ് ശരി. ലോകത്ത് വൻകിട ശക്തികൾ നടത്തിയ അവിശുദ്ധമായ ഡീലുകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് തകർക്കപ്പെടുന്നതോടുകൂടി ഫലസ്തീനിന്റെ നെഞ്ചിൽ കൊണ്ടുപോയിട്ട് യഹൂദരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ആ കച്ചവടത്തിന്റെ ഭാഗമായി കൊണ്ട് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടന്ന അവിശുദ്ധമായ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും 100 നൂറ്റാണ്ടോളം കാലമായി തിളച്ചു നിൽക്കുന്ന ഫലസ്തീനിന്റെ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 1917 ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷം വ്യത്യസ്തങ്ങളായ കൂട്ടായ്മകളിലൂടെയും സമരങ്ങളിലൂടെയും ശക്തിപ്പെട്ട സമരങ്ങൾ ഇന്നും ഫലസ്തീനിലും ഗസയിലും അതിശക്തമായി തുടരുകയാണ്. 40,000-ഓളം ആളുകളാണ്, ജനങ്ങളാണ്, ഫലസ്തീനികളാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 40,000-ഓളം ഇസ്രായേലി പൗരന്മാരാണ് ഇസ്രയേലിൽ നിന്ന് മാതൃരാജ്യത്തിലേക്ക് കുടിയേറിയത്. കഴിഞ്ഞ മാസങ്ങളിലെ യുദ്ധങ്ങൾ കൊണ്ട് 40,000-ഓളം വരുന്ന ഇസ്രയേൽ പൗരന്മാർ സമാധാനത്തിന് വേണ്ടി സ്വന്തം നാടുകളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. 42 വൻകിട കമ്പനികളാണ് നഷ്ടക്കച്ചവടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി വന്ന പുതിയ കണക്ക് പ്രകാരം, നെതന്യാഹുവിന്റെ മുമ്പിൽ എത്തപ്പെട്ട കണക്ക് പ്രകാരം 42ഓളം വൻകിട കമ്പനികൾ നഷ്ടത്തിലാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്രയേലിലുള്ള വലിയ ഒരു ജനസംഖ്യയുള്ള തൊഴിലാളികളാണ് പറയുന്നത്, ഈ രാജ്യത്തിന് ഫലസ്തീനിന് മോചനം നൽകാതെ ഇനി ഞങ്ങൾ തൊഴിൽ മേഖല, അദാനിയാണ് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അച്ചുതണ്ടുകളുണ്ടല്ലോ, ഇവരെല്ലാവരും
ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ദർശനത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മുഖച്ഛായ പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലുള്ള വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെയുള്ള മുഴുവൻ സമരങ്ങളെയും അടിച്ചമർത്താൻ വേണ്ടി ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. എല്ലാറ്റിന്റെയും കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും എല്ലാം ഒന്നായി ചേരുന്നത് സിയോണിസത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും ഒരേ അച്ചുതണ്ടിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അവിടെയെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ കരടുകൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളും അവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ സംവിധാനങ്ങളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാർ നിയമ സംവിധാനങ്ങളുടെ വളരെ നിർണായകമായ സ്ഥാനങ്ങളിൽ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കണ്ണികളുടെ ഭാഗമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയായിരുന്നു എന്ന് പത്രക്കോളങ്ങളിൽ, നമ്മുടെ നാട്ടിലെ മുത്തശ്ശി പത്രങ്ങളിൽ പോലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പുതിയ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാം, യഥാർത്ഥത്തിൽ അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, തെക്കേ അമേരിക്കയിലെ മാഫിയ ലോകങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മയക്കുമരുന്നുകൾ ബംഗ്ലാദേശ് വഴി ഗുജറാത്തിലെ പോർട്ട് ബ്ലെയറുകളിൽ വന്നിറങ്ങി അവിടെയുള്ള വലിയ വലിയ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതിന്റെ പിന്നിലുള്ള ചാനലുകൾ കൂടി പുതിയ കാലഘട്ടത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. 40 കോടിയോളം വരുന്ന അദാനി എയർപോർട്ടിൽ വന്നിറങ്ങിയ മയക്കുമരുന്നുകൾ, ആ മയക്കുമരുന്നുകളെ കുറിച്ച് അന്വേഷണങ്ങൾ പോലുമില്ല, വാർത്തകൾ പോലുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മതപരമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയമായ ചർച്ചകൾ മാത്രമല്ല, സാമ്പത്തികമായ വിഷയങ്ങൾ മാത്രമല്ല, സകലമാന തലങ്ങളും പരസ്പരമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്, അതിലേക്കാണ് യഥാർത്ഥത്തിൽ വസ്തുതകൾ നമ്മളെ എത്തിക്കുന്നത്. ഈ ഒരു പുതിയ സാഹചര്യത്തെ തിരിച്ചറിയാതെ ഇന്ത്യയിലെ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. കാരണം പുതിയ ഒരു കാലത്തെയും പുതിയ ഒരു ലോകത്തെയും നിർമ്മിച്ചെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ തിരിച്ചറിവ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിന്റെ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഗസയിലെ ആ തലമുറയെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്, ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാം പേടിയുടേതായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം വിരുദ്ധമായ മുഴുവൻ പ്രവർത്തനങ്ങളും അതേ സ്ക്രിപ്റ്റിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും നിയമപരവുമായിട്ടുള്ള സമാധാനപരമായ അന്തരീക്ഷത്തെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നീതിയെക്കുറിച്ച് പറയുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് പറയുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച്, മനുഷ്യരുടെ അവകാശങ്ങളെ പരിഗണിക്കുന്ന, മനുഷ്യർക്ക് വിവേചനങ്ങളില്ലാതെ, അവസരങ്ങൾ നിഷേധിക്കപ്പെടാതെ മനുഷ്യരുടെ മൗലികമായ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്ന ഒരു സംസ്കാരത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം ലോകത്തിന്റെ മുമ്പിൽ എണീറ്റു നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, യഥാർത്ഥത്തിൽ
ലോകത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ ഏറ്റവും ധാർമ്മികമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അധിനിവേശ വിരുദ്ധ പോരാട്ടം നടക്കുന്ന മണ്ണ് അത് ഫലസ്തീനിന്റെ മണ്ണ് മാത്രമാണ്, അത് ഗസ മാത്രമാണ് എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആരും യാതൊരു സംശയവുമില്ലാതെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അധിനിവേശത്തിന്റെ മണ്ണായി പുതിയ കാലഘട്ടത്തിൽ അധിനിവേശത്തിന്റെ യഥാർത്ഥത്തിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളുടെ മണ്ണായിക്കൊണ്ട് ഗസയെ പാഠപുസ്തകമായി കൊണ്ടാണ് ഇനി ലോകത്തിന്റെ ദിശകൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയുവാനുള്ളത്. നമ്മുടെ രാജ്യത്തിന് 1 നൂറ്റാണ്ട് മുമ്പ് മുതൽ അവിടുന്ന് അങ്ങോട്ട് 4-5 നൂറ്റാണ്ടുകൾ പുറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുമുണ്ടായിരുന്നു സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം. വാസ്കോ ഡ ഗാമയുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾക്കെതിരെയും യഥാർത്ഥത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം മുതൽ ആ പോരാട്ടങ്ങളുടെയും വിമോചന സമരങ്ങളുടെയും അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെയും പൈതൃകമുള്ള ഒരു മണ്ണിൽ നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോകത്തിന്റെ തന്നെ പുതിയ രാഷ്ട്രീയ ദിശകൾ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെ മസ്ജിദുൽ അഖ്സക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അതിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിന്നോളം വരെയുള്ള സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പാരമ്പര്യവും ചരിത്രവും മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാനുള്ളത്, നമ്മുടെ ഈ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ നീതി നിഷേധത്തിന്റെയും മനുഷ്യവേട്ടകളുടേതുമായിട്ടുള്ള സംഘപരിവാർ ശക്തികളുടെ തേരോട്ടങ്ങൾക്കെതിരെ അതേ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ടല്ലാതെ ഈ രാജ്യത്തിന് സമാധാനപൂർണമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും ജീവിത സാഹചര്യവും വീണ്ടെടുക്കുക സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഫലസ്തീൻ സമരവും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളും ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള ഉള്ളടക്കങ്ങളെക്കുറിച്ച് നമ്മളോട് കൃത്യമായി നിർവചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, പ്രപഞ്ചനാഥൻ ഇറക്കിത്തന്നിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ലോകത്ത് കടന്നു വന്ന മുഴുവൻ വിമോചന നായകന്മാരും മുഴുവൻ വിമോചകന്മാരും അവർ സമൂഹത്തെ നയിച്ച അടിസ്ഥാനങ്ങളും കാഴ്ചപ്പാടുകളും മനുഷ്യരകപ്പെട്ടു പോയിരിക്കുന്ന സകല ചൂഷണങ്ങൾക്കെതിരിൽ നിന്നും, സകലമാന ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഉള്ളടക്കത്തിൽ നിന്നാണ് ആ മനീഷികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ലോകത്ത് നടന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. ലോകത്തിന്റെ തിരുദൂതർ ഈ മനുഷ്യ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നതും അത് തന്നെയാണ്. മനുഷ്യൻ അകപ്പെട്ടു പോയിരിക്കുന്ന ചൂഷണങ്ങളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, അന്തക്കേടുകളിൽ നിന്നും മനുഷ്യരെ മുഴുവൻ മോചിപ്പിച്ചുകൊണ്ട് സർവേശ്വരനായ ജഗദീശ്വരനായ പടച്ചതമ്പുരാന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യവംശത്തെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ദൗത്യം. ആ ദൗത്യത്തിന്റെ വഴിയിലായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നത്. ആ ദൗത്യത്തിന്റെ വഴിയിലായിരുന്നു പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നത്. ആ ദൗത്യത്തിന്റെ വഴിയിലായിരുന്നു ചരിത്ര പുരുഷന്മാരുണ്ടായിരുന്നത്. അവരെല്ലാവരും നടത്തിയ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് ദൈവികമായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. ഈമാനിന്റെയും സുബറിന്റെയും ഇസ്തിഖാമത്തിന്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് അവരുടെ പോരാട്ടങ്ങൾ നടന്നത്. ആ അടിസ്ഥാന മൂല്യങ്ങൾ കൊണ്ടല്ലാതെ, ആ ഈമാനികമായ ഗുണങ്ങൾ കൊണ്ടല്ലാതെ പുതിയ കാലഘട്ടത്തിലെ
ഈ രാക്ഷസന്മാരുടെ ചെയ്തികളെ പ്രതിരോധിക്കുക സാധ്യമല്ല എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിന്റെ വിമോചനത്തിന്റെ സന്ദർഭത്തിൽ തന്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്തിയത് മലമ്പാതകൾ കയറി മലയിടുക്കുകളിലൂടെ നടന്ന് ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി ഹിത്യൻ യുദ്ധത്തിലേക്ക് എത്തുന്ന തന്റെ കൂടെയുള്ള പടയാളികളെയും ആളുകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് ഒരു വേള ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അവർ ഒന്നടങ്കം മറുപടി പറയുന്നുണ്ട്. ടെന്റുകളിൽ കിടന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന, ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുന്ന അവർ ഉറക്കപ്പിച്ചോടുകൂടി പറയുന്നുണ്ട്, ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ പോയാൽ ഖുദ്സ് വിമോചിക്കപ്പെടുമോ? ഈ കിടന്നുറങ്ങിക്കൊണ്ട് ഇങ്ങനെ പോയാൽ ഖുദ്സിന്റെ വിമോചനം സാധ്യമാണോ? ആ ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കിയ പടയാളികൾ പിറ്റേ ദിവസം അവരുടെ ടെന്റുകളിൽ കാണുന്ന കാഴ്ചകൾ, രാത്രികളിൽ ക്ഷീണം പോലും വകവെക്കാതെ പ്രപഞ്ചനാഥന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചും കിടന്നും സുജൂദ് ചെയ്തും പ്രാർത്ഥിക്കുന്ന ആ വിശ്വാസികളുടെ സംഘത്തെ കണ്ട് കണ്ണിറയെ കണ്ട് കൺകുളിർമയോടുകൂടി സലാഹുദ്ദീൻ അയ്യൂബി വിളിച്ചു പറഞ്ഞത്, മിൻഹുനാൻ തസുർ. അതെ, ഇതുകൊണ്ട് മാത്രമേ നാം സഹായിക്കപ്പെടുകയുള്ളൂ, ഇതുകൊണ്ട് മാത്രമേ നാം സഹായിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ, പ്രപഞ്ചനാഥനിലുള്ള വിശ്വാസവും ആ കടുപ്പമുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നല്ലാതെ ലോകത്തിന്റെ മുഴുവൻ തമ്പുരാക്കളുടെയും തകർത്തെറിയാൻ, ലോകത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാക്ഷസന്മാരെ തകർത്തെറിയണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിന്റെ അടിത്തറകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല തന്റെ കൂടെയുണ്ടായിരുന്ന സൈനിക സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെയാണ്. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ പടക്കോപ്പുകൾ കൊണ്ടും സൈനിക ബലങ്ങൾ കൊണ്ടുമല്ല, മറിച്ച് ആന്തരികമായി നിങ്ങളുടെ അകത്തളങ്ങൾക്കകത്ത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ദാരിദ്ര്യമുണ്ടല്ലോ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധത്തിലുമുള്ള വൈകല്യങ്ങളുണ്ടല്ലോ, അതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഈ പടക്കോപ്പുകളെയും സൈന്യങ്ങളെയും സംവിധാനങ്ങളെയും പ്രതിരോധിക്കുക സാധ്യമല്ല എന്നാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് മാത്രമാണ് ലോകത്തുള്ള ഏതൊരു സംഘവും വിജയിച്ചിട്ടുള്ളൂ. ആ സംഘത്തിന്റെ പരമ്പരയിൽ നിന്നുകൊണ്ടല്ലാതെ മനുഷ്യവംശത്തിന്റെ മുഴുവൻ സമാധാനത്തെയും തച്ചു തകർക്കുന്ന ഈ തോന്നിവാസികളെയും തമ്പുരാക്കന്മാരെയും തകർക്കുക സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതുപോലെ ഈ ആദർശമുണ്ടല്ലോ, ഈ ആദർശം തീർച്ചയായിട്ടും സിംഹാസനങ്ങൾ, ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാക്കന്മാരുടെ സിംഹാസനങ്ങളെ ഇളക്കുക തന്നെ ചെയ്യും. ഇത് കിഴക്കും പടിഞ്ഞാറുമുള്ള തമ്പുരാക്കന്മാരെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ദർശനം. കാരണം ഇത് പ്രപഞ്ചനാഥന്റെ ദർശനമാണ്. ഈ ദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും വിമോചനത്തിന് വേണ്ടിയും എണീറ്റ് നിന്നിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും നീതിയുടെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതാണ് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, അത് തന്നെയാണ് വിശുദ്ധ ഖുർആനും നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖതല മഅഹു റിബ്ബിയൂന കസീർ ഫമാ വഹനൂ ലിമാ അസാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫൂ വമസ്തഖാനൂ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. ലോകത്തെ കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരുമുണ്ടല്ലോ, ആ പ്രവാചകന്മാരോടൊപ്പം മണിചേർന്ന പോരാളികളുടെ സംഘത്തിന്റെ സവിശേഷത എന്താണെന്നറിയുമോ? അവരെന്ന് പറയുന്നത്, പുണ്യാത്മാക്കളായ മനുഷ്യരെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ ചൊല്ല് മനസ്സിടിഞ്ഞു പോയ ആളുകളായിരുന്നില്ല, ദുർബലന്മാരായ ആളുകളായിരുന്നില്ല. തമ്പുരാക്കന്മാരുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും സംസ്കാരങ്ങളുടെ മുമ്പിലും അധിനിവേശ സംസ്കാരങ്ങളുടെ മുമ്പിലും അവരൊരിക്കലും മമസ്തക്കാനോ അവർ മുട്ടുമടക്കിയിട്ടില്ല, അവർ തലകുനിക്കിയിട്ടില്ല, അവർ തലകുനിച്ചിട്ടില്ല. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ ക്ഷമയോടുകൂടി വിശ്വാസത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘമുണ്ടല്ലോ, ആ സംഘത്തെ തീർച്ചയായും ദൈവം തമ്പുരാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ടല്ലാതെ പുതിയ കാലഘട്ടത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പുതിയ
കാലഘട്ടത്തിന്റെ മുഴുവൻ തോന്നിവാസങ്ങളെയും പ്രതിരോധിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുവാനുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. അതേ, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലാഹുവാണ് ഞങ്ങളുടെ മാലിക്, രാജാതിരാജനായ നാഥനുണ്ടല്ലോ, പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണെങ്കിൽ ഭൂമിയുടെ നാഥനും അവൻ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണെങ്കിൽ നിയമങ്ങളുടെ ഉടമസ്ഥനും അവൻ തന്നെയാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിച്ചതവനാണെങ്കിൽ കൽപ്പിക്കുവാനുമുള്ള അധികാരം അവനുള്ളതാണ്. അവന്റേതായിരിക്കണം നിയമങ്ങൾ, അവന്റേതായിരിക്കണം വ്യവസ്ഥകൾ, അവന്റേതായിരിക്കണം കൽപ്പനകൾ. ആ വ്യവസ്ഥക്കനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ തമ്പുരാനിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സുമ്മസ്തഖാമു, ആ ഉറപ്പിൽ നിന്നുകൊണ്ടുള്ള നൈരന്തര്യമുണ്ടല്ലോ, ഇസ്തിഖാമത്തുണ്ടല്ലോ, ആ ഇസ്തിഖാമത്തിന്റെ അടിത്തറയിൽ മുന്നോട്ട് പോകുന്ന ജനസമൂഹത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് മലായിക്കത്തുകളുടെ മാലാഖമാരുടെ അവരുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഫലസ്തീനിലെ ഗസ കഥ പറയുകയാണ് നമ്മളോട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ, ഈ പുതിയ സംവിധാനങ്ങളുടെ കാലഘട്ടത്തിൽ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ ഫലസ്തീനിലെ ഗസ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമാകുന്നത് ഈ ആകാശത്ത് നിന്നുള്ള മലായിക്കത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സാധിച്ചിട്ടില്ല. ഇസ്രയേലിന്റെ പട്ടാളം അവർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനി യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പട്ടാളം പിന്തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കൂട്ടരെ ഈ ഒരു ആദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തെ കടന്നുപോയ മുഴുവൻ വിശ്വാസികളുടെ സംഘവും ഈ വിശ്വാസത്തിന്റെ, ഈ ക്ഷമയുടെ, ഈ ഇസ്തിഖാമത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് തീർച്ചയായിട്ടും പ്രപഞ്ചനാഥൻ നൽകുന്ന വാഗ്ദാനമാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾക്കാണ് ആധിപത്യം, എങ്കിൽ നിങ്ങൾക്കാണ് വിജയം, എങ്കിൽ നിങ്ങൾക്കാണ് അച്ചീവ്മെന്റ്, എങ്കിൽ നിങ്ങൾക്കാണ് നിങ്ങളുടെ നേട്ടങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുന്നോട്ട് പോവുക. മനുഷ്യവംശം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ജനതതികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ലോകം അവസാനിക്കുകയില്ല. ഫലസ്തീനിലെ ലോകം അവസാനിക്കുകയില്ല. അവസ്ഥിതൽ അഖ്സ വിമോചിക്കപ്പെടാതെ, മനുഷ്യ സമൂഹത്തിന് സമാധാനപൂർണമായ ഒരു ജീവിത വ്യവസ്ഥ സ്ഥാപിക്കപ്പെടാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ദൈവം തമ്പുരാന്റെ വാഗ്ദത്തത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിന്റെ സംസ്കാരങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിന്റെ ഈ കാർണിവൽ കാലഘട്ടത്തിൽ നിന്ന് ഒരു റവല്യൂഷണറിയുടെ സംസ്കാരവുമായി മുന്നോട്ട് പോകാൻ സന്നദ്ധമായിക്കൊണ്ട് ഒരു പുതിയ തലമുറക്ക് ജീവൻ നൽകിക്കൊണ്ട് ആ പ്രതീക്ഷകൾക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട്, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ മുന്നേറ്റങ്ങൾക്ക് അതിന്റെ ഭാഗമാക്കാവാൻ, എന്നിട്ട് ജീവിതം സാക്ഷാത്കരിക്കുവാൻ, ജീവിതത്തിന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.